നമസ്കാരം. വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞ പിണറായി വിജയനെ വീട്ടിലിരുത്തി കേരളക്കര. പൊതുജനങ്ങളോട് വീട്ടിൽ പോയി ചോദിക്കാൻ ആക്രോശിച്ച മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനും കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മുൻപൊരിക്കലും ഉണ്ടാകാത്ത വിധം ഭരണകൂടത്തിന്റെ അഹങ്കാരത്തിനും ജനങ്ങൾ ബാലറ്റിലൂടെ കനത്ത പ്രഹരം നൽകിയിരിക്കുകയാണ്. തുടർച്ചയായ മൂന്നാം ഊഴം എന്ന അതിമോഹവുമായി തിരഞ്ഞെടുപ്പിനെ നേരിട്ട ഇടതുമുന്നണി UDFന്റെ അതിശക്തമായ തരംഗത്തിൽ കടപുഴകി വീഴുന്ന കാഴ്ചയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ദൃശ്യമാകുന്നത്. പിണറായി വിജയൻ എന്ന വ്യക്തി കേന്ദ്രീകൃതമായ ഭരണശൈലിക്കും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിക്കും കേരളം നൽകിയ ഈ തിരിച്ചടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാനത്തെ അന്ത്യത്തിന്റെ തുടക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഭരണ തുടർച്ച നൽകിയ അമിത ആത്മവിശ്വാസത്തിൽ പാർട്ടിയിലെ ജനകീയ മുഖങ്ങളെ വെട്ടിനിർത്തിയ പിണറായിയുടെയും അവരുടെ സംഘത്തിന്റെയും തന്ത്രങ്ങൾ അൻപേ പരാജയപ്പെട്ടു. കണ്ണൂരിലെ കരുത്തരായ P ജയരാജൻ, EP ജയരാജൻ, MV ജയരാജൻ തുടങ്ങിയ നേതാക്കളെ പടിക്ക് പുറത്താക്കിയതും ഒതുക്കിയതും പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വൻ വോട്ട് ചോർച്ചയ്ക്ക് കാരണമായി. ജനകീയ അടിത്തറയുള്ള നേതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് യഥാർത്ഥ കമ്മ്യൂണിസം മറന്നുകൊണ്ടുള്ള പിണറായി വിജയന്റെ പോക്ക് തിരിച്ചടിച്ചുവെന്ന് ഫലങ്ങൾ തെളിയിക്കുന്നു. കോവിഡ് കാലത്ത് ജനമനസ്സുകളിൽ ഇടം നേടിയ KK ശൈലജ ടീച്ചറെ പോലെയുള്ള നേതാക്കളെയെല്ലാം മനഃപൂർവ്വം അകറ്റി നിർത്തിയത് സ്ത്രീ വോട്ടർമാരെ പാർട്ടിക്കെതിരെ തിരിച്ചു. വ്യക്തിപ്രഭാവമുള്ള നേതാക്കൾ ഉയർന്നു വരുന്നത് തടയാൻ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രിയും ചേർന്ന് നടത്തിയ നീക്കങ്ങൾ തിരിച്ചടിയായി. പാർട്ടിയുടെ നട്ടെല്ലായിരുന്ന പഴയകാല നേതാവ് G സുധാകരനെ പരസ്യമായി അപമാനിച്ചതും ഒതുക്കിയതും മധ്യ കേരളത്തിൽ CPMന്റെ അടിത്തറ ഇളക്കി. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും പ്രവൃത്തിയിലും നിഴലിച്ച ധാർഷ്ട്യമാണ് ഈ പരാജയത്തിന്റെ പ്രധാന കാരണം എന്നതിൽ യാതൊരു തർക്കവുമില്ല. ജനകീയ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വീട്ടിൽ പോയി ചോദിക്കൂ എന്ന മട്ടിലുള്ള പരിഹാസങ്ങൾ ഓരോ സാധാരണക്കാരനെയും ചൊടിപ്പിച്ചു. ജനങ്ങളെ ഭൃത്യന്മാരായി മാത്രം കാണുന്ന ഈ ശൈലിക്ക് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റായി UDFന്റെ ഈ വമ്പിച്ച വിജയത്തെ കാണാം. അധികാരത്തിന്റെ ഗർവ് തലയ്ക്ക് പിടിച്ച നേതാക്കൾക്കുള്ള അന്ത്യശാസനമാണിത്. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ MV ഗോവിന്ദൻ ആവിഷ്കരിച്ച സകല തന്ത്രങ്ങളും തകർന്ന് തരിപ്പണമായി. ജനകീയ പ്രതിരോധ ജാഥകളും മറ്റ് പ്രചരണ പരിപാടികളും വെറും പ്രഹസനങ്ങളായി മാറി. പാർട്ടിക്കുള്ളിലെ അതൃപ്തി പരിഹരിക്കുന്നതിനോ സാധാരണക്കാരുടെ വികാരം ഉൾക്കൊള്ളുന്നതിനോ ഗോവിന്ദന് സാധിച്ചില്ല. പിണറായി വിജയന്റെ നിഴലായി മാത്രം പ്രവർത്തിച്ച സെക്രട്ടറിക്ക് പാർട്ടിയെ ഈ തകർച്ചയിൽ നിന്നും രക്ഷിക്കാനായില്ല എന്നത് MV ഗോവിന്ദന് കൂടി വ്യക്തിപരമായ പരാജയമാണ്. ദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നേരിടുന്ന അന്ത്യത്തിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണിപ്പോൾ. ഇന്ത്യയെ കമ്മ്യൂണിസ്റ്റ് മുക്തമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള നിർണായക ചുവടുവെപ്പായി ഈ ഫലത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നു. പശ്ചിമ ബംഗാളിനും ത്രിപുരയ്ക്കും പിന്നാലെ കേരളവും ചുവപ്പൊഴിയുന്നതോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തന്നെ കമ്മ്യൂണിസം നാമാവശേഷമാവുകയാണ്. അധികാരമില്ലാത്ത, ജനപിന്തുണയില്ലാത്ത ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി MA ബേബി മാറുന്നതോടുകൂടി CPMന്റെ പ്രസക്തി ചരിത്ര പുസ്തകങ്ങളിൽ മാത്രമായി ഒതുങ്ങും. ന്യൂനപക്ഷ വോട്ടുകളുടെ അസാധാരണമായ ഏകീകരണമാണ് UDF വിജയത്തിന്റെ നട്ടെല്ലായത്. സർക്കാരിന്റെ ഇരട്ടത്താപ്പുകൾ തിരിച്ചറിഞ്ഞ ന്യൂനപക്ഷ വിഭാഗങ്ങൾ UDFന് പിന്നിൽ ഉറച്ചു നിന്നു. ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും UDFന് കരുത്തേകി. LDFന്റെ വർഗീയ പ്രീണന നയങ്ങൾ തിരിച്ചടിയായപ്പോൾ ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ കൈപ്പത്തിക്കും കോണിപ്പടിക്കും വോട്ട് ചെയ്തു. കെട്ടടങ്ങി എന്ന് കരുതിയ ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ വീണ്ടും വെല്ലുവിളിച്ച സർക്കാരിന്റെ നിലപാടുകൾ ഹൈന്ദവ വോട്ടുകളിലും വലിയ രീതിയിൽ വിള്ളലുണ്ടാക്കി. വിശ്വാസ സംരക്ഷണത്തിനായി UDF നിലകൊണ്ടപ്പോൾ അതിനെ പുച്ഛിച്ചു തള്ളിയ മുഖ്യമന്ത്രിയുടെ നിലപാട് തിരുത്താൻ വിശ്വാസികൾ ബാലറ്റ് തന്നെ ഉപയോഗിച്ചു. ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടും എന്ന UDFന്റെ ഉറപ്പ് വോട്ടർമാർ വിശ്വാസത്തിലെടുത്തു. സംസ്ഥാനത്തെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയും ക്ഷേമ പെൻഷനുകൾ മാസങ്ങളോളം മുടങ്ങിയതും പാവപ്പെട്ടവരുടെ ശാപമായി സർക്കാരിനെ വേട്ടയാടി. ആഡംബരത്തിനും ദൂരത്തിനും കുറവില്ലാത്ത സർക്കാർ പാവപ്പെട്ടവന്റെ വയറ്റ് തടിച്ചപ്പോൾ അതിന്റെ പ്രതിഫലനം വോട്ടെണ്ണലിൽ വ്യക്തമായി. വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിയാതെ പോയതും കാർഷിക മേഖലയിലെ തകർച്ചയും സാധാരണക്കാരെ സർക്കാരിന്റെ ശത്രുക്കളാക്കി മാറ്റി. യുവാക്കളെ വഞ്ചിച്ച PSC നിയമന വിവാദങ്ങളും പിൻവാതിൽ നിയമനങ്ങളും CPMന്റെ യുവജന അടിത്തറ തകർത്തു. പരീക്ഷാ തട്ടിപ്പുകളും SFIയുടെ ഗുണ്ടായിസവും ക്യാമ്പസുകളിൽ നിന്ന് പൊതുസമൂഹത്തിലേക്ക് ചർച്ചയായത് സർക്കാരിന് വലിയ രീതിയിൽ തിരിച്ചടിയായി. ജോലിയില്ലാതെ അലയുന്ന ലക്ഷക്കണക്കിന് യുവാക്കളുടെ രോഷം UDFന് അനുകൂലമായ തരംഗമായി മാറി.
ഭരണകൂട ഭീകരതയ്ക്കെതിരെ കേരളം ഒന്നടങ്കം പ്രതികരിച്ചു. ഐക്യത്തോടെയും ചിട്ടയായ പ്രവർത്തനത്തിലൂടെയും കോൺഗ്രസ് നേതൃത്വം നൽകിയ UDF ഈ വിജയം അർഹിച്ചതാണ്. ഗ്രൂപ്പ് വൈര്യം മറന്നുകൊണ്ട് നേതാക്കൾ ഒന്നിച്ചതും ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്തതും അവർക്ക് തുണയായി. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ സർക്കാരിന്റെ അഴിമതികൾ ഓരോന്നായി ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടി. ഇത് ജനങ്ങളിൽ UDFിനോടുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു. ഹാട്രിക് ഭരണം എന്ന മോഹവുമായി ഇറങ്ങിത്തിരിച്ച പിണറായി വിജയനും സംഘത്തിനും ഇത് തീരാത്ത നാണക്കേടാണ്. ജനവിധി മാനിക്കാതെ ഇനിയും ധിക്കാരവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അത് പാർട്ടിയുടെ സമ്പൂർണ്ണ തകർച്ചയ്ക്ക് വഴിവെക്കും. കേരളം പുതിയൊരു ഭരണ മാറ്റത്തിനായി ഒരുങ്ങുമ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കറുത്ത അധ്യായങ്ങൾക്ക് തന്നെയാണ് തിരശ്ശീല വീഴാൻ പോകുന്നത്. UDF സുനാമിയിൽ തകർന്നടിഞ്ഞ ചുവപ്പൻ കോട്ടകൾ ഇനി എപ്പോൾ പുനർനിർമ്മിക്കപ്പെടുമെന്ന് കണ്ടു തന്നെ അറിയണം. മണിക്കൂറുകൾ മാത്രം ബാക്കി.